VS-നെ അനുസ്മരിക്കുക എന്നത് ഗ്രന്ഥശാല പ്രവർത്തകരുടെ പ്രധാന കടമകളിലൊന്നാണെന്ന് പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ചിത്ര ഭാനു. ഒറ്റപ്പാലം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ സാനു അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രന്ഥശാല ലോകത്തിന് VS അച്യുതാനന്ദനും സാനു മാസ്റ്ററും നൽകിയ സംഭാവനകൾ ചെറുതല്ലെന്നും കേവലം 4-5 ആളുകൾ മാത്രമുള്ള ഒരു അനുസ്മരണം ചടങ്ങായല്ല ഇവരുടെ അനുസ്മരണം നടത്തേണ്ടതെന്നും ചിത്രഭാനു പറഞ്ഞു. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പിഷാരടി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. ചന്ദ്രശേഖരൻ, വിജയൻ, സന്ധ്യ, ഷാജി തുടങ്ങിയ ഗ്രന്ഥശാല പ്രവർത്തകരും അജിത് കുമാർ, മോഹൻദാസ് തുടങ്ങിയവരും അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു. സമരസമ്പന്നമായ ജീവിതത്തിന്റെ, സർഗസമ്പന്നമായിരിക്കുന്ന ഒരു പാർലമെന്ററി പ്രവർത്തനത്തിന്റെ, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ജീവചരിത്രത്തിന്റെ ഭാഗമാണ് VS. ആ അർത്ഥത്തിൽ VS-നെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ, കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നാണ്. VS-നെ അനുസ്മരിക്കുന്നത് ഒരു ചെറിയ മുറിക്കകത്ത് 10-40 പേര് ഇരുന്നുകൊണ്ടാൽ നിങ്ങളുടെ ഗ്രന്ഥശാലയ്ക്കകത്ത് ആ മനുഷ്യൻ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന അനവധി പുസ്തകങ്ങളുണ്ട്. ആ മനുഷ്യൻ കേരളത്തിൽ നടത്തിയ വിയോജിപ്പുകളുടെ ചരിത്രം അടങ്ങുന്ന അനവധി ലേഖനങ്ങളുണ്ട്. ആ മനുഷ്യന്റെ ജീവചരിത്രവും ആ മനുഷ്യൻ ലോകത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഗ്രഹിച്ച പുസ്തകവും നിങ്ങളുടെ ഗ്രന്ഥശാലയ്ക്കകത്തും. സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ പുസ്തകങ്ങളിലൂടെ, ഈ അക്ഷര ലോകത്തിലൂടെ സഞ്ചരിക്കുക എന്ന വലിയ ഒരാശയം വായനക്കാരനോട് പങ്കുവെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ VS-നെ അനുസ്മരിക്കുന്നത് ഒരു പ്രഭാഷണം കൊണ്ട് തീർന്നു പോകുന്നതാണ്. സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയ്ക്ക്, ഗ്രന്ഥശാല പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മുടെ അനുസ്മരണങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെയും ഭൂതകാലത്തെയും ബോധ്യപ്പെടുത്താനുള്ള ഒരനുസ്ഥിതിയുടെ ഭാഗമാണ് എന്ന് മറക്കാതിരിക്കുക. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.